യമധർമ്മപുത്രനും സ്ഥലകാല ബോധമില്ലാതായോ? പുറത്ത് പാതകം കണ്ടില്ല. അത് പട്ടി കൊണ്ടുപോയി. ആരാ അകത്തെ? ആരെന്നറിയണ്ട. നിബന്ധനകളൊന്നും മറന്നു പോകരുത്. പഞ്ചശീലവും ധർമ്മനിഷ്ഠയുമുള്ള ആളല്ലേ? അറിയാം. പഞ്ചുവിനും പഞ്ചപാണ്ഡവന്മാരെ ഭർത്താക്കന്മാരായിട്ട് കിട്ടിയില്ലേ? അതും ദേവപുത്രന്മാരെ. ദേവപുത്രർ, പഞ്ചപാണ്ഡവർ. ഞാൻ അംശാവതാരൻ, ലക്ഷ്മിയും മായാസീതയും ഞാനാണ്. ഇതൊന്നും ധർമ്മം അറിയാതെ പോകുന്നു. ധർമ്മം കാക്കുക, സംരക്ഷിക്കുക, അതാണ് പാണ്ഡവരുടെ ലക്ഷ്യം. കൗരവസഭയിൽ എന്നെ അപമാനിച്ചപ്പോൾ എവിടെയായിരുന്നു പാണ്ഡവരുടെ ധർമ്മവും നീതിബോധവും? ചരിത്രമൊന്നും എന്നെ കൊണ്ട് പറയിക്കരുത്. ഇതിവിടെ നിർത്താം. എതിർത്തത് ഒരാൾ മാത്രം, എന്റെ രണ്ടാം ഊഴക്കാരൻ, എന്നെ സൗഗന്ധിക പുഷ്പം കൊണ്ട് അലങ്കരിച്ച എന്റെ ദേവൻ, കീചകനെ കൊന്ന് എന്റെ മാനം രക്ഷിച്ച വലലൻ. ഇനി ഊഴം കാത്ത് ഇങ്ങോട്ട് വരണമെന്നില്ല. ഊഴം തെറ്റിയില്ലല്ലോ പഞ്ചു? നിങ്ങളുടെ അമ്മ അറിയാതെയും കാണാതെയും പറഞ്ഞതാണെന്ന് കരുതുന്നുണ്ടോ ഈ ഭിക്ഷ ഐവരും പങ്കിടാൻ? കുന്തി മാതാവും ഏകഭദ്രമതി അല്ലല്ലോ, അവർക്കുമില്ലേ ഒന്നിൽ കൂടുതൽ? ഈ കൃഷ്ണയ്ക്കും അങ്ങനെ മതിയെന്ന് കരുതിയിട്ടുണ്ടാവും. ലോകം കീഴടക്കിയ ദേവേന്ദ്രന്റെ പുത്രനാണ് ഞാൻ, ധനുർവിദ്യയിൽ ഒന്നാമൻ. നാരായണനില്ലെങ്കിൽ നരന് എന്ത് ശക്തി, എന്ത് പ്രസക്തി? എന്നും പ്രിയം രണ്ടാം ഊഴക്കാരോടാണല്ലോ. അസ്ത്രവിദ്യയിൽ മികവ് കാണിച്ച് ഈ പാഞ്ചാലി സ്വന്തമാക്കിയത് ഈ പാർത്ഥനാണ്. ഇന്ദ്രദേവൻ തന്റെ കപടബുദ്ധിയാൽ തീർത്ത സംരക്ഷണവും ആയുധബലവും. കൃഷ്ണനില്ലെങ്കിൽ ഇതെല്ലാം നിഷ്ഫലം. പാർത്ഥ, ചിത്രാംഗത, ഉലുവി, സുഭദ്ര, പോകുന്നിടത്തെല്ലാം സംബന്ധം. ഇതിനിടയിൽ ദ്രൗപദിയെ കാണാൻ നേരം എവിടെ? ഓരോ നിയോഗങ്ങൾ. കുരുക്ഷേത്രത്തിന് മുന്നോടിയായി ഇങ്ങനെയൊക്കെ സംഭവിക്കേണ്ടത് ഒരു അനിവാര്യതയായിരിക്കാം. ഊഴം കാത്ത് ബുദ്ധിമുട്ടണ്ട, പാർത്ഥന് പോകാം. പ്രണാമം കൃഷ്ണേ. പ്രണാമം വായുപുത്ര. കൃഷ്ണയ്ക്ക് സുഖം തന്നെയല്ലേ? അതേ പ്രഭു. പതിവിലും കവിഞ്ഞ് ഭവതി ഇന്ന് കൂടുതൽ മനോഹരിയായിരിക്കും. അങ്ങ് വരുമ്പോ മനസ്സും ശരീരവും കൂടുതൽ. ഊഴം നോക്കാതെ സ്ഥിരമായി ഇവിടെ നിന്നാലെന്താ? എന്നെ സ്നേഹിക്കാനും ആപത്തെറിഞ്ഞ് രക്ഷിക്കാനും വായു മാത്രമേ ഉള്ളൂ. ആ നകുലിനെ കൊണ്ട് വലിയ ശല്യമാ. ഒന്നിനും കൊള്ളാത്ത ധർമ്മു, നാടൊക്കെ ഭാര്യമാരുള്ള പാർത്ഥൻ, ഗോലി കളിച്ച് നടക്കുന്ന സഹദേവൻ. എവിടെയും എപ്പോഴും ഞാൻ രണ്ടാം ഊഴക്കാരനാണ് കൃഷ്ണേ. എല്ലാരും എന്നെ ഒറ്റപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട്. ബുദ്ധിയില്ലാത്തവൻ, സൗന്ദര്യമില്ലാത്തവൻ. കാര്യം കാണാൻ പാണ്ഡവർക്ക് ഞാൻ മുന്നിൽ വേണം. ഭാരം ചുമക്കാനും കഷ്ടപ്പെടാനും കൊലയ്ക്കും ഞാൻ. ഈ ജീവിതം ഇങ്ങനെ തീരട്ട് കൃഷ്ണേ. ഇവിടെ വരുമ്പോൾ കിട്ടുന്ന സ്നേഹം, ആശ്വാസം, അത് മതി എനിക്കെന്റെ ജന്മം ധന്യമാകാം. അതല്ലേ പറഞ്ഞത്, ഇനി ഊഴത്തിന് കാക്കണ്ട, എന്റെ അടുത്ത് നിൽക്കൂ. മതി, ഇനി വിശ്രമിക്കൂ.